നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താനൂർ പുത്തൻതെരുവിൽ ചരക്ക് ലോറിയും ഇൻസുലേറ്റർ വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ച് ഒരാൾ മരണപ്പെട്ടു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് അപകടം നടന്നത്. താനൂർ തിരൂർ പാതയിൽ അപകടങ്ങൾ പതിവാകുന്നു. പുത്തൻതെരുവിലുണ്ടായ അപകടത്തിന് പുറകെ മൂലക്കയിൽ ലോറികൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിരൂർ കടലുണ്ടി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. നിർമ്മാണത്തിൽ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് യൂത്ത് ലീഗ്. അപകടങ്ങൾ ഇല്ലാതാക്കാൻ അധികൃതർ ഇടപെടുന്നില്ലെന്ന് ആരോപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ താനൂരിൽ റോഡ് ഉപരോധിച്ചു. വ്യാപാരികൾക്ക് വാക്സിൻ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി വ്യാപാരി വ്യവസായി സമിതി അതിജീവന സമരം സംഘടിപ്പിച്ചു. വ്യാപാരി സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സീനത്ത് ഇസ്മായിൽ തിരൂരിലും കാസിംവാടി പുറത്തൂരിലും സമരം ഉദ്ഘാടനം ചെയ്തു. വ്യാപാര സമൂഹത്തിന് ഐക്യദാർഢ്യവുമായി ആശ്രയം താനൂരിന്റെ വേറിട്ട പ്രതിഷേധം. പള്ളികളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ജുമാ നടത്തുന്നതിന് കേസെടുക്കില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി. തിരുവങ്ങാടി പോലീസ് സ്റ്റേഷൻ മാർച്ച് യൂത്ത് ലീഗ് മാറ്റിവെച്ചു. ഇരുപതിനായിരം കടന്ന വീണ്ടും കേരളത്തിലെ കോവിഡ് രോഗികൾ. 23,676 പേർക്ക് രോഗബാധ. TPR 11.87%. 15,626 പേർ രോഗമുക്തി നേടി. മലപ്പുറത്തും രോഗികൾ ഇരട്ടിയായി വർദ്ധിച്ചു. 4,276 പേർക്ക് രോഗം. 17.02% TPR. 2,277 പേർക്ക് രോഗമുക്തി. വിശദമായ വാർത്തകളിലേക്ക്. താനൂർ പുത്തൻതെരുവിൽ ചരക്ക് ലോറിയും ഇൻസുലേറ്റർ വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ച് ഒരാൾ മരണപ്പെട്ടു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് അപകടം നടന്നത്. ഇടിയുടെ ആഘാതത്തിൽ വാഹനങ്ങൾക്കുള്ളിൽ കുടുങ്ങിയവരെ നാട്ടുകാർ ചേർന്നാണ് പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. താനൂർ തിരൂർ പാതയിൽ പുത്തൻതെരുവിൽ നടന്ന വാഹനാപകടത്തിൽ ആലപ്പുഴ പുന്നപ്ര സ്വദേശി ആശാരിവളി അബ്ദുറസാഖിന്റെ മകൻ അസറാണ് മരണപ്പെട്ടത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടം നടന്നത്. കളമശ്ശേരിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയും എതിരെ വന്ന ഇൻസുലേറ്റർ വാഹനവും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയവരെ നാട്ടുകാരാണ് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തെ തുടർന്ന് തിരൂർ താനൂർ പാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. തുടർന്ന് താനൂർ ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റും പോലീസും എത്തിയാണ് ഗതാഗത തടസ്സം നീക്കം ചെയ്തത്. താനൂർ തിരൂർ പാതയിൽ അപകടങ്ങൾ പതിവാകുന്നു. പുത്തൻതെരുവിലുണ്ടായ അപകടത്തിന് പുറകെ മൂലക്കലിൽ ലോറികൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ ലോറിയിലെ ഡീസൽ ടാങ്ക് പൊട്ടി ഇന്ധനം റോഡിൽ പരന്നൊഴുകി. താനൂർ മൂലക്കലിൽ ചൊവ്വാഴ്ച പുലർച്ചെ 1:30 അപകടം. എറണാകുളത്ത് നിന്നും നാഥാപുരത്തേക്ക് ഗ്യാസ് സിലിണ്ടറുമായി പോകുകയായിരുന്ന ലോറിയുടെ ഡീസൽ ടാങ്ക് അപകടത്തെ തുടർന്ന് പൊട്ടുകയും ഇന്ധനം റോഡിൽ പരന്നൊഴുകുകയായിരുന്നു. വയനാട്ടിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് പോകുകയായിരുന്ന ലോറിയാണ് ഗ്യാസ് സിലിണ്ടറുമായി പോകുകയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിച്ചത്. അപകടത്തിന്റെ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് പാചകവാതക ചോർച്ച ഉണ്ടാകാതിരുന്നുള്ള വൻ അപകടമാണ് ഒഴിവായത്. ടാങ്കിൽ നിന്നുള്ള ഡീസൽ ചോർച്ച പിന്നീട് അടച്ച് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. തിരൂർ കടലുണ്ടി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് യൂത്ത് ലീഗ്. അപകടങ്ങൾ ഇല്ലാതാക്കാൻ അധികൃതർ ഇടപെടലില്ലെന്ന് ആരോപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ താനൂരിൽ റോഡ് ഉപരോധിച്ചു. തിരൂർ കടലുണ്ടി പാതയിൽ അപകടങ്ങൾ തുടർക്കഥയായിട്ടും അപകടങ്ങൾ ഇല്ലാതാക്കാൻ അധികൃതർ നടപടി എടുക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ താനൂർ ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചു. താനൂർ ജംഗ്ഷനിൽ നടന്ന റോഡ് ഉപരോധ സമരം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് മോര്യ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ അമ്പലപ്പുഴയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മണ്ഡലം വൈസ് ക്യാപ്റ്റൻ വൈറ്റുകാടിന്റെ മണ്ഡലം വൈസ് ക്യാപ്റ്റൻ അസ്കറുദ്ദീൻ മരണപ്പെടുകയുമുണ്ടായി.
ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മാണത്തിന് ശേഷം സൂചനാ ബോർഡുകൾ ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ ഗതാഗത വകുപ്പും PWD പുലർത്തിക്കൊണ്ടിരിക്കുന്ന നിസ്സംഗതയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി PWD അധികാരികൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ നിവേദനങ്ങൾ നൽകിയതാണ്. അതുമായി ബന്ധപ്പെട്ടൊരു പരിഹാരവും ഇത്രയും ദിവസങ്ങളായിട്ടും ഇവിടെ ഉണ്ടാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗ് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അധികാരികൾ ഈ സൂചനാ സമരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് യൂത്ത് ലീഗ് മുൻ ജില്ലാ സെക്രട്ടറി കെ സലാം, താനൂർ മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി VK ജലീൽ, ട്രഷറർ നൌഷാദ് പറപ്പുതടം, മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് AM യൂസഫ്, ജനറൽ സെക്രട്ടറി MK അൻവർ സാദ് എന്നിവർ സംസാരിച്ചു. AP സൈദലവി, KP ജലീൽ, സുൽത്താൻ ഒട്ടുപുറം, ഇബ്രാഹിം KT, റഷീദ് വടക്കയിൽ, RP ഫൈസൽ, സഹീർ കാരാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാധ്യമപ്രവർത്തകനായിരുന്ന KM ബഷീറിന്റെ ഓർമ്മകൾക്ക് 2 ആണ്ട്. സുഹൃത്തുക്കൾ ചേർന്ന് തിരുവനന്തപുരത്തിൽ കഴിയുന്നവർക്ക് പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. SYS ജില്ലാ സെക്രട്ടറി റഹീം കരുവാത്തുകുന്ന് വിതരണോദ്ഘാടനം നിർവഹിച്ചു. IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമന്റെ വാഹനമിടിച്ചു കൊല്ലപ്പെട്ട സിറാജ് ദിനപത്രം തിരുവനന്തപുരം യൂണിറ്റ് മേധാവി KM ബഷീറിന്റെ 2ാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് സുഹൃത്തുക്കൾ തിരൂർ നഗരത്തിൽ കഴിയുന്നവർക്ക് ഉച്ചഭക്ഷണം നൽകി. SYS ഇരിങ്ങാവൂർ സർക്കിൾ കമ്മിറ്റിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പൊതിച്ചോറ് വിതരണം SYS ജില്ലാ സെക്രട്ടറി റഹീം കരുവാത്തുകുന്ന് ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ സമദ് മുസ്ലിയാർ മുട്ടന്നൂർ പ്രാർത്ഥന നിർവഹിച്ചു. KM ബഷീറിന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഹാജി പൊതിച്ചോർ വിതരണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF നേതാക്കളായ അൻവർ സാദത്ത് ചമ്രവട്ടം, മോൻ ഹാജി, ഹനീഫ ഹാജി, മജീദ് സക്കാഫി, ലത്തീഫ് മുസ്ലിയാർ, ജാഫർ BP അങ്ങാടി, മജീദ് സക്കാഫി, ഹമീദ് ഊങ്ങൽ, സത്താർ, സുബൈർ, ബഷീർ, അബ്ദുൽ കരീം, ഹാരിസ് തിരുത്തുമൽ തുടങ്ങിയവർ സംബന്ധിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഓഗസ്റ്റ് 17 തുടക്കമാകും. 25 വർഷത്തെ മുഴുവൻ ജനപ്രതിനിധികളെയും ആദരിക്കുന്നതോടെ വൈവിധ്യമാർന്ന പരിപാടികൾക്ക് തുടക്കമാകുമെന്ന് പ്രസിഡന്റ് U സൈനുദ്ദീൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലെ 25 വർഷത്തെ മുഴുവൻ ജനപ്രതിനിധികളെയും ആദരിക്കുന്നതോടെ വൈവിധ്യമാർന്ന പരിപാടികൾക്ക് തുടക്കമാകുമെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം 2021 ഓഗസ്റ്റ് 17 4:30 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ തിരുവനന്തപുരത്ത് നടത്തുകയാണ്. അതേ ദിവസം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ രജത ജൂബിലിയുടെ ആഘോഷങ്ങൾ 2021 ഓഗസ്റ്റ് മാസം 17-ാം തീയതി 2:30 തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഉദ്ഘാടന ചടങ്ങിൽ 25 കൊല്ലത്തെ നമ്മുടെ ജനകീയാസൂത്രണ പ്രവർത്തനത്തിൻ്റെ ഓർമ്മക്ക് ഒരു മികച്ച പദ്ധതി അനൗൺസ് ചെയ്യണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം 1996 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ജനപ്രതിനിധികൾ, അംഗങ്ങളായിട്ടുള്ള ജനപ്രതിനിധികൾ അവരെയെല്ലാം ആദരിക്കാൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി 2:30 മണിക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയെ തുടർന്ന് 4:30 തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയുടെ ലൈവ് ടെലികാസ്റ്റും ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കും. സംഘാടക സമിതി ചെയർമാനായ അഡ്വക്കേറ്റ് സൈനുദ്ദീനെയും കൺവീനറായി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഹരിദാസിനെയും തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ തീരുമാനം. TPR അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ മാറ്റി ശനിയാഴ്ചയിലെ ലോക്ക്ഡൌൺ ഒഴിവാക്കും. വാരാന്ത്യ ലോക്ക്ഡൌൺ ഇനി ഞായറാഴ്ച മാത്രമായിരിക്കും. തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും കടകൾ തുറക്കും. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ തീരുമാനമായി. TPR അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ മാറ്റി ശനിയാഴ്ചയിലെ ലോക്ക്ഡൌൺ ഒഴിവാക്കും. വാരാന്ത്യ ലോക്ക്ഡൌൺ ഇനി ഞായറാഴ്ച മാത്രമായിരിക്കും ഉണ്ടാവുക. തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും കടകൾ തുറക്കാം. ഒരാഴ്ചയിലെ രോഗികളുടെ എണ്ണം നോക്കിയാണ് ഇനി മേഖല നിശ്ചയിക്കുക. 1000-ൽ എത്ര പേരാണ് രോഗികളെന്ന അടിസ്ഥാനത്തിലായിരിക്കും രോഗവ്യാപനം കണക്കാക്കുക. കൂടുതൽ രോഗികളുള്ള സ്ഥലങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. കുറവുള്ള സ്ഥലങ്ങളിലും ഇളവുകളുണ്ടാകും. വ്യാപാരികൾക്ക് വാക്സിൻ ലഭ്യമാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി വ്യാപാരി വ്യവസായി സമിതി അതിജീവന സമരം സംഘടിപ്പിച്ചു. തിരൂരിൽ നടന്ന സമരം വ്യാപാരി സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സീനത്ത് ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. കടകൾ
കടകൾ മാത്രം പൂട്ടിച്ചാൽ കൊറോണ എങ്ങനെ ഇല്ലാതാവും? ഇൻക്ലാബ് സിന്ദാബാദ്, വ്യാപാരി സമിതി സിന്ദാബാദ്. വ്യാപാരി വ്യവസായി സമിതി തിരു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരു നഗരസഭയ്ക്ക് മുന്നിൽ അതിജീവന സമരം സംഘടിപ്പിച്ചു. വ്യാപാരികൾക്ക് പ്രതിരോധത്തിന് വാക്സിൻ നൽകൂ സർക്കാരെ. മുൻഗണനാ പട്ടികയിൽ വ്യാപാരിക്കും സ്ഥാനം വേണം. വ്യാപാരികൾക്ക് വാക്സിൻ ലഭ്യമാക്കുക, സ്വകാര്യ കെട്ടിടങ്ങളുടെ വാടക 6 മാസത്തേക്ക് ഒഴിവാക്കുക, എല്ലാ ദിവസവും കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുക, പ്രതിസന്ധിയിലായിരിക്കുന്ന വ്യാപാരികളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വ്യാപാരി വ്യവസായി സമിതി തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. സമരം വ്യാപാരി വ്യവസായി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സീനത്ത് ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ സോണുകളിൽ തീരെ കടകൾ തുറക്കാൻ വയ്യാത്ത അവസ്ഥയും ഈ സോണുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം തുറക്കുന്ന അവസ്ഥയും ആ പ്രദേശങ്ങളിൽ കൂടുതൽ തിരക്കുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. TPR നിരക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാറ്റഗറൈസേഷൻ നടന്നിട്ടുള്ളത്. പക്ഷേ TPR നിരക്കിൻ്റെ അശാസ്ത്രീയത ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ICMRൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് TPR നിരക്കുകൾ സ്ഥാപിക്കുമ്പോൾ ICMR തന്നെ കേരള സർക്കാരിൻ്റെ കോവിഡ് പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കോവിഡിൻ്റെ അശാസ്ത്രീയത മൂലം വ്യാപാരികൾ തിരഞ്ഞ ദുരിതത്തിലേക്ക് പോവുകയാണ്. ഏരിയ സെക്രട്ടറി KK ജാഫർ, മുനിസിപ്പൽ പ്രസിഡന്റ് VK നിസാം തുടങ്ങിയവർ സംസാരിച്ചു. 20ഓളം വ്യാപാരികൾ പങ്കെടുത്ത സമരത്തിൽ തിരു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പ്രേമചന്ദ്രൻ, തിരു ഏരിയ ട്രഷറർ സന്തോഷ്, ബ്യൂട്ടി പാർലർ ജില്ലാ സെക്രട്ടറി ദിൽഷ പ്രകാശ്, മറ്റു വ്യാപാരി നേതാക്കളായ മണികണ്ഠൻ, മുഹമ്മദ് അലി, നിസാർ അഹമ്മദ്, ഫൈസൽ, ഗീത തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ ദിവസവും തുറക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി വ്യാപാരി സമിതി അതിജീവന സമരം നടത്തി. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കാസിം വാടി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളെ ദ്രോഹിക്കുന്ന അശാസ്ത്രീയ DPR സംവിധാനം മാറ്റുക, ലോണുകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, കെട്ടിട ഉടമകൾ 6 മാസത്തെ വാടക ഒഴിവാക്കുക, കേന്ദ്ര സർക്കാർ ആശ്വാസ പദ്ധതി പ്രഖ്യാപിക്കുക, അടിയന്തരമായി എല്ലാ വ്യാപാരികൾക്കും വാക്സിൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പുറത്തൂരിൽ വ്യാപാരി സമിതി അതിജീവന സമരം സംഘടിപ്പിച്ചത്. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന സമരം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കാസിം വാടി ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ പാലങ്ങൾ, റോഡുകൾ എന്നുവേണ്ട സകലമാന നാട്ടിലെ പുരോഗമന പ്രവർത്തനങ്ങളും നടത്തുന്നത് സർക്കാരിലേക്ക് പണമടക്കുന്നതും വ്യാപാരി സമൂഹമാണ്. എന്നാൽ 1.5 വർഷത്തോളമായി കോവിഡ് ദുരന്തം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന വ്യാപാരി സമൂഹത്തെ കണ്ടില്ല എന്ന് നടിച്ച് പോകുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ ഒരു ഓർമ്മപ്പെടുത്തൽ സമരമാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും. പുറത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബ ദടിയടത്ത് അധ്യക്ഷനായിരുന്നു. KV രവി, KM ബാബുരാജ്, മണി വിശ്വകർമ്മ, KK നാസർ, രതീഷ്, ഉത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാര സമൂഹത്തിന് ഐക്യദാർഢ്യവുമായി ആശ്രയം താനൂരിന്റെ വേറിട്ട പ്രതിഷേധം. ഈ കണ്ണീർ ഇനിയും കാണാതിരിക്കരുതെന്ന സന്ദേശമുയർത്തിയാണ് ആശ്രയം താനൂർ ആത്മഹത്യാ ക്യൂ സമരം സംഘടിപ്പിച്ചത്. അശാസ്ത്രീയ TPR നിരക്ക് ക്രമീകരണം മാറ്റണമെന്നും ആശ്രയം താനൂർ ആവശ്യപ്പെട്ടു. കോവിഡ് പ്രതിസന്ധി മൂലം ജീവിതം വഴിമുട്ടിയ വ്യാപാരി സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ആശ്രയം താനൂർ ആത്മഹത്യാ ക്യൂ സമരം സംഘടിപ്പിച്ചത്. നിങ്ങൾ ക്യൂവിലാണെന്ന തലക്കെട്ടിൽ നഗരത്തിൽ ഫ്ലോട്ടും സ്ഥാപിച്ചു. അശാസ്ത്രീയമായ DPR നിരക്ക് ക്രമീകരണം മാറ്റണമെന്നും ആശ്രയം താനൂർ ആവശ്യപ്പെട്ടു. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടതോടെ വലിയ പ്രതിസന്ധിയാണ് വ്യാപാരികൾ നേരിടുന്നത്. ഈ പ്രതിസന്ധിക്കും പരിഹാരം കാണണമെന്നും ആത്മഹത്യ വക്കിലെത്തിയ വ്യാപാരികളെ രക്ഷപ്പെടുത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അസീസ് താനൂർ, A നസീർ, PK നാസർ, KM സബീർ, സാബു താനൂർ, P ഷാഫി, RK താനൂർ എന്നിവർ നേതൃത്വം നൽകി. മലപ്പുറം വെസ്റ്റ് ജില്ലാ SYS കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുസാദ് ഫണ്ട് സമാഹരണം നടന്നു. നിർധരായ രോഗികൾക്കും അവശത അനുഭവിക്കുന്ന സംഘടനാ പ്രവർത്തകരെയും സഹായിക്കുന്നതിനാണ് ഫണ്ട് സമാഹരിക്കുന്നത്. സമാഹരിച്ച തുക തിരുമണ്ഡലം SYS ജനറൽ സെക്രട്ടറി ഹാറൂൺ റഷീദ് മാസ്റ്റർക്ക് കൈമാറി. മലപ്പുറം വെസ്റ്റ് ജില്ലാ SYS കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുസാദ ഫണ്ട് സമാഹരണം നടന്നു. നിർധരായ രോഗികൾക്കും അവശത അനുഭവിക്കുന്ന സംഘടനാ പ്രവർത്തകരെയും സഹായിക്കുന്നതിനാണ് ഫണ്ട് സമാഹരിക്കുന്നത്. സമാഹരിച്ച തുക തിരുമണ്ഡലം SYS ജനറൽ സെക്രട്ടറി ഹാറൂൺ റഷീദ് മാസ്റ്റർക്ക് സിദ്ദിഖ് ഹാജി തറമൽ, സലീം O നടുവിലങ്ങാടി എന്നിവർ ചേർന്ന് കൈമാറി. മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് യൂനസ് കോരങ്ങത്ത, സുബൈർ പാൻബസാർ, ആമില കൺവീനർ നിസാർ ഹാജി ഇല്ലത്തപ്പാടം, കേടത്തിൽ ഇബ്രാഹിം ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ തിരു സാംസ്കാരിക വേദി അനുമോദിച്ചു. കുറുക്കുളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഠനം പുസ്തകങ്ങളിൽ ഒതുങ്ങരുതെന്നും ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ച് സാമൂഹ്യ വിഷയങ്ങൾ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു.
SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് തിരൂർ സാംസ്കാരിക വേദി ഉപഹാരം നൽകി. കുറുക്കോളി മൊയ്തീൻ ML ഉദ്ഘാടനം ചെയ്തു. വളരെ ശ്രദ്ധേയമായി അഭിമാനകരമായ ഒരു വിജയം നേടി ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, എൻ്റെ സഹോദരികൾ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു ഒത്തുകൂടൽ. പഠനം പുസ്തകങ്ങളിൽ ഒതുങ്ങരുതെന്നും ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ച് സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് നൌഷാദ് അന്നാർ അധ്യക്ഷനായിരുന്നു. താന്നളൂർ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തയ്യമ്പാടി കുഞ്ഞിപ്പ, ടി റഹീം മാസ്റ്റർ, ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MA റഫീഖ്, രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളായ കല്ലേരി യൂസഫ്, M കമ്മക്കുട്ടി, അഷ്റഫ് കരുമരക്കൽ, KM നോഫൽ, നൂറുദ്ദീൻ പൂക്കേൽ, കരീം വെട്ടം, റസാഖ് ആലത്തിയൂർ, EK മുംതസിർ ബില്ലാ, BK റഷീദ് എന്നിവർ പ്രസംഗിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ അനുമോദനം. താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ടീം നെല്ലിക്കയാണ് വിദ്യാർത്ഥി പ്രതിഭകളെ വീടുകളിലെത്തി അനുമോദിച്ചത്. താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1992-93 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ടീം നെല്ലിക്കയാണ് കൂട്ടായ്മയിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. ഇനി ഉയരങ്ങളിലെത്തട്ടെ, ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവട്ടെ. ഞങ്ങളെ ഫുൾ സപ്പോർട്ട് ഗ്രൂപ്പിൽ എപ്പോഴും ഉണ്ടാവും. വിദ്യാർത്ഥികളുടെ വീടുകളിലെത്തി ഉപഹാരങ്ങൾ കൈമാറി. പള്ളികളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ജുമാ നടത്തുന്നതിന് കേസെടുക്കില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചതിനെ തുടർന്ന് തിരുരങ്ങാടി പോലീസ് സ്റ്റേഷൻ മാർച്ച് മാറ്റിവെച്ചതായി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികൾ അറിയിച്ചു. ജുമാക്ക് 40 പേരെ പങ്കെടുപ്പിച്ച് നിസ്കാരം നടത്താം. തെന്നല പള്ളി കമ്മിറ്റിക്കെതിരെ എടുത്ത കേസും മരവിപ്പിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഉറപ്പു നൽകി. പള്ളികളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ജുമാ നടത്തുന്നതിന് കേസെടുക്കില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി മുസ്ലിം യൂത്ത് ലീഗിന് ഉറപ്പ് നൽകി. തിരുരങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രഖ്യാപിച്ച മാർച്ചുമായി ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് IPS മണ്ഡലം ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ഉറപ്പ് നൽകിയത്. വീടുകളിൽ നിന്നും അംഗശുദ്ധി വരുത്തി മാസ്കും ധരിച്ച കൃത്യമായ കോവിഡ് മാനദണ്ഡം പാലിച്ച സർക്കാർ നിർദ്ദേശിച്ച പോലെ ജുമാ നടത്തുന്നതിന് ജില്ലയിൽ എവിടെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യില്ല. പള്ളികളിൽ കോവിഡ് മാനദണ്ഡം പാലിക്കുന്നുണ്ടോ എന്ന മഹല്ല് ഭാരവാഹികൾ ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശിച്ചു. തെന്നലയിലെ വിവിധ പള്ളികൾക്കെതിരെ തിരുരങ്ങാടി പോലീസ് എടുത്ത കേസ് മരവിപ്പിക്കും. അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളും. ഇത് സംബന്ധിച്ച് അപേക്ഷ കോടതിക്ക് സമർപ്പിക്കും. പോലീസിന്റെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റം പൊതുജനത്തിനുണ്ടാവില്ലെന്നും അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് പിഴ ഈടാക്കുന്നത് ഒഴിവാക്കുമെന്നും തെന്നലയിൽ ചില കടക്കാരെ അനാവശ്യമായി പിഴ അടപ്പിച്ച പരാതി പരിശോധിക്കുമെന്നും SP അറിയിച്ചതായി മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി UA റസാഖ് പറഞ്ഞു. മഹല്ല് കമ്മിറ്റികൾക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കുക, അതുപോലെ തന്നെ അനാവശ്യമായി പോലീസ് വേട്ടയാടുന്ന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് തിരൂരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. ഓഗസ്റ്റ് 5-ന് മാർച്ച് നടത്താനായിരുന്നു തീരുമാനം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് IPS മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികളുമായി ചർച്ച നടത്തുന്ന സാഹചര്യമുണ്ടായി. ചർച്ചയിൽ മുസ്ലിം യൂത്ത് ലീഗ് ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടായ സാഹചര്യത്തിൽ ഈ ഒരു മാർച്ച് മാറ്റിവെക്കുകയാണ്. അതോടൊപ്പം തന്നെ പള്ളികളിലെ പ്രവേശനം 40 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജുമാ നടത്താമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. തെന്നലയിലെ മഹല്ല് കമ്മിറ്റികൾക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കുക, പോലീസ് രാജ് അവസാനിപ്പിക്കുക, പ്രാർത്ഥനാ സ്വാതന്ത്ര്യം അനുവദിക്കുക, മാന്യമായി പെരുമാറുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് ലീഗ് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട SP ഭാരവാഹികളെ ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചയിലാണ് യൂത്ത് ലീഗിന്റെ എല്ലാ ആവശ്യങ്ങളും SP അംഗീകരിച്ചത്. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ, തിരുരങ്ങാടി മണ്ഡലം ജനറൽ സെക്രട്ടറി UA റസാഖ്, PK സൽമാൻ ചർച്ചയിൽ പങ്കെടുത്തു. തലക്കാട് പഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗ് നേതാവും കുടുംബവും ലീഗിൽ നിന്നും രാജിവെച്ച് CPM-ൽ ചേർന്നു. CPIM ജില്ലാ സെക്രട്ടറി അംഗം E ജയൻ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോട്ടത്തറ അബ്ദുള്ളക്കുട്ടിയും കുടുംബമാണ് CPM-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടുള്ള വിയോജിപ്പും CPM-ന്റെയും LDF സർക്കാരിന്റെയും ജനക്ഷേമ വികസന നിലപാടിലുമാണ് CPM-നൊപ്പം ചേരാൻ തീരുമാനിച്ചതെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. BP അങ്ങാടിയിലെ അബ്ദുൽ ഷുക്കൂറും CPM-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അബ്ദുള്ളക്കുട്ടിയെയും അബ്ദുൽ ഷുക്കൂറിനെയും CPM ജില്ലാ സെക്രട്ടറി അംഗം E ജയൻ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. İnkılap zindabad. İnkılap zindabad. İnkılap zindabad. CPIM zindabad. CPIM zindabad. CPIM zindabad. CPIM zindabad. İktisatçılar zindabad. İktisatçılar zindabad.
രണ്ട് പ്രധാനപ്പെട്ട സഖാക്കൾ പൊതു രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന അബ്ദുൾ വട്ടിയാക്കി അതേപോലെ തന്നെ ഷുക്കൂറും ഇന്ന് CPIMൻ്റെ ഭാഗമായി ഇന്നു മുതൽ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ശരി, CPIM ആണ് ശരി എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ നമ്മുടെ കൂടെ സജീവമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള ശരിയായ നിലപാട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സ്വീകരിച്ചിട്ടുള്ള പൊതുവായി സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും ശരിയായ നിലപാടിന് പിന്തുണ നൽകാനാണ് അവർ നമ്മുടെ കൂട്ടത്തിലേക്ക് വന്നിട്ടുള്ളത്. ചടങ്ങിൽ P. മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, U. ഗോവിന്ദൻ, N. സൈഫുദ്ദീൻ, T. ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ദീർഘകാലം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായി 2015 പാലക്കാട് ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും തുടർന്ന് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ദീർഘകാലം ആ പാർട്ടിക്കകത്ത് നിൽക്കുകയും പിന്നീട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDFൻ്റെ രാഷ്ട്രീയ വഞ്ചനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷമാണ് ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്ന CPM ആണ് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ, ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മുടെ കോട്ടത്തറ അബ്ദുള്ളക്കുട്ടിയും അതേപോലെ BP അങ്ങാടിയുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഇടപെട്ട് പ്രവർത്തിക്കുന്ന അബ്ദുൾ ഷുക്കൂറും ഇന്നു മുതൽ നമ്മുടെ പാർട്ടിയിൽ ചേരുകയാണ്. താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ജനറൽ ബോഡി യോഗം ചേർന്നു. പുതുതായി തെരഞ്ഞെടുത്ത ഭാരവാഹികൾ ചുമതലയേറ്റു. താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. തിരൂർ കേബിൾ വിഷൻ ചാനലിലെ അഫ്സൽ കേപുരം പ്രസിഡന്റായും മംഗളം പത്രത്തിലെ പ്രേമനാഥൻ ജനറൽ സെക്രട്ടറിയുമായാണ് പുതിയ ഭാരവാഹികൾ അധികാരമേറ്റത്. ട്രഷററായി വീക്ഷണം പത്രത്തിലെ VP ശശികുമാറിനെയും തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി TCV ചാനലിലെ അബ്ദുൽ കലാം ആസാദ്, ജനയുഗം പത്രത്തിലെ ബൈജു അരിക്കാഞ്ചിറ എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി വെട്ടം ടെലിവിഷനിലെ ഇസ്ഹാഖ്, സുപ്രഭാതം പത്രത്തിലെ ഷഫീഖ് എന്നിവരെയും തെരഞ്ഞെടുത്തു. റസാഖ് തെക്കയിൽ, റാഷിഖ് എന്നിവർ യോഗ നടപടികൾ നിയന്ത്രിച്ചു. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ചക്രമൂല പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം മങ്ങാട് സമാപിച്ചു. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന വിശദീകരണ യോഗത്തിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് മൂസ പരദേക്കാട് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശിവൻകുട്ടി എന്ന് പറയുന്ന ശിവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ശക്തമായ സമരപരിപാടികൾ നടന്നു വരികയാണ്. ഈ സമരം ഒരു സൂചന എന്നുള്ള രൂപത്തിൽ മാത്രമല്ല, കേരളം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് തന്നെയാണ് നാളുകൾ നീണ്ടുകൊണ്ടിരിക്കുന്നത്. ബാവ പത്തമ്പാട്, സുകുമാരൻ ജനതാ ബസാർ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഷ്കർ, ബഷീർ കല്ലേരി, അബ്ദുറഹ്മാൻ, ഇജാസ്, അക്ബർ, ജാസിം, ദാസിം തുടങ്ങിയവർ നേതൃത്വം നൽകി. ചക്രമൂലിൽ നിന്നും ആരംഭിച്ച പ്രകടനം മങ്ങാട് സമാപിച്ചു. സംസ്ഥാനത്ത് വീണ്ടും 20,000 കടന്ന കോവിഡ് രോഗികൾ. 23,676 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിന് 1,99,456 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ TPR 11.87%. 148 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 17,103 15,626 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് ഇന്ന് 23,676 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 4,276, തൃശൂർ 2,908, എറണാകുളം 2,702, കോഴിക്കോട് 2,416, പാലക്കാട് 2,223, കൊല്ലം 1,836, ആലപ്പുഴ 1,261, കോട്ടയം 1,241, കണ്ണൂർ 1,180, തിരുവനന്തപുരം 1,133, കാസർഗോഡ് 789, വയനാട് 787, പത്തനംതിട്ട 584, ഇടുക്കി 340 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,99,456 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.87 ആണ്.
കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 148 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 17,103 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 105 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 22,530 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 927 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 15,626 പേർ രോഗമുക്തി നേടി. മലപ്പുറം ജില്ലയിലും രോഗികൾ ഇരട്ടിയായി വർദ്ധിച്ചു. രോഗികളുടെ എണ്ണം 4,000 കടന്നു. 4,276 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 17.02% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 2,277 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 1,582 പേരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ ചൊവ്വാഴ്ച 4,276 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 17.02% ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 2,277 പേർ വിദഗ്ധ പരിചരണത്തിന് ശേഷം ചൊവ്വാഴ്ച വൈറസ് മുക്തരായി. ഇതോടെ ജില്ലയിൽ കോവിഡ് മുക്തരായവരുടെ എണ്ണം 3,84,766 ആയി. രോഗികളുമായി സമ്പർക്കത്തിലേർപ്പെട്ട വൈറസ് ബാധിതരാകുന്നവർ ജില്ലയിൽ വർദ്ധിക്കുകയാണ്. 4,219 പേർക്കാണ് ഇത്തരത്തിൽ രോഗബാധയുണ്ടായത്. 29 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന 3 പേർക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ 16 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 9 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. 66,417 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 28,602 പേർ ചികിത്സയിലാണ്. ജില്ലയിൽ ഇതുവരെ 1,582 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. വേഷപ്പകർച്ചയുടെ വ്യത്യസ്ത ഭാവങ്ങൾ ആവാഹിച്ച നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി അരങ്ങൊഴിഞ്ഞു. കുചേലനായി വിസ്മയിപ്പിച്ച കഥകളി കലാകാരൻ കൂടിയാണ് നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി. 80 വയസ്സായിരുന്നു. കേന്ദ്ര സംസ്ഥാന പുരസ്കാരങ്ങൾ നിരവധി തവണ സ്വന്തമാക്കിയ കലാകാരനാണ്. വേഷപ്പകർച്ചയുടെ വ്യത്യാസം അറിയണമെങ്കിൽ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ കഥകളി വേഷങ്ങൾ കാണണമെന്ന ഒരു ചൊല്ലു തന്നെ കഥകളി കലാകാരന്മാർക്കിടയിലുണ്ട്. കുചേലവൃത്തത്തിലെ കുചേലനായി ആസ്വാദക ലോകത്തെ വിസ്മയിപ്പിച്ച നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി അരങ്ങൊഴിഞ്ഞു. കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമികളുടെ അംഗീകാരം നിരവധി തവണ നേടിയ അദ്ദേഹം പ്രായം 80 പിന്നിട്ടപ്പോഴും വേഷപ്പകർച്ചയിൽ സജീവമായിരുന്നു. ചുവന്ന താടി, കറുത്ത താടി, വട്ടമുടി, പെൺകരി എന്നിവയിലാണ് നെല്ലിയോടിൻ്റെ വേഷത്തികവ് പ്രകടമാകുന്നത്. കുചേലനായും സന്താനഗോപാലത്തിലെ ബ്രാഹ്മണനായും അദ്ദേഹം നിറഞ്ഞാടി. ഭഗവതത്തിലെ ആശാരി, നഗ്രതുണ്ടി, കാട്ടാളനും വേഷപ്പകർച്ചയുടെ വ്യത്യസ്തതകൾ ആസ്വാദക ലോകത്തെ വിസ്മയിപ്പിച്ചു. കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ബാലിക്കൊപ്പം സുഗ്രീവൻ, മാങ്കുളം വിഷ്ണു നമ്പൂതിരിയുടെ കൃഷ്ണനൊപ്പം കുചേലൻ, ഗുരു ചെങ്ങന്നൂരിൻ്റെ ഹിരണ്യകശുപുവിനൊപ്പം നരസിംഹം, ബാലി വിജയത്തിൽ രാമൻകുട്ടി നായരുടെ രാവണനൊപ്പം ബാലി തുടങ്ങി നെല്ലിയോട് അണിചേരാത്ത അരങ്ങുകൾ നന്നേ കുറവ്. ചൈന ഒഴികെ വിദേശ രാജ്യങ്ങളിൽ 35 തവണ അദ്ദേഹം കഥകളി അവതരിപ്പിക്കാൻ സഞ്ചരിച്ചിട്ടുണ്ട്. 1999 കലാമണ്ഡലം അവാർഡ്, 2000 സംഗീത നാടക അക്കാദമിയുടെ കഥകളി നടനുള്ള അവാർഡ്, 2001 കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അവാർഡ്, 2014 കേരള സർക്കാരിൻ്റെ കഥകളി നടനുള്ള അവാർഡ്, 2017 NCERT-യുടെ പത്മപ്രഭ പുരസ്കാരം, തുഞ്ചൻ സ്മാരകം, ഗുരു ഗോപിനാഥ് കലാകേന്ദ്രം, തുളസീവനം പുരസ്കാരങ്ങൾ തുടങ്ങി നെല്ലിയോടിന് ലഭിച്ച അംഗീകാരങ്ങൾ നിരവധിയാണ്. പൂജപ്പുര ചാടിയറയിൽ വാസുദേവൻ നമ്പൂതിരി താമസിക്കുന്ന നെല്ലിയോട് മന കഥകളിയുടെ ഒരു കുടുംബയോഗമാണ്. മക്കളായ മായയും വിഷ്ണുവും മരുമകൾ ശ്രീദേവിയും കഥകളി അഭ്യസിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചെറുമക്കളായ ദേവകിയും ശ്രീദേവിയും അപ്പൂപ്പൻ്റെ ദുശാസനെയും കലിയെയും സ്ക്രീനിൽ കണ്ട് താളം പിടിക്കുന്നു. ഭാര്യ ശ്രീദേവി അന്തർജനം, മക്കൾ വിഷ്ണു, മായ, മരുമക്കൾ ശ്രീദേവി ദിവാകരൻ നമ്പൂതിരി. അദ്ദേഹത്തിന് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. എല്ലാവരെയും വളരെ എന്താ പറയുക, ഉത്സാഹത്തോടു കൂടിയിട്ട് ഉന്നതിയിലെത്തിക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് കഥകളി എന്ന കലയ്ക്ക് മാത്രമല്ല നമ്മുടെ സാഹിത്യ മണ്ഡലത്തിനും വളരെ ഒരു തീരനഷ്ടമാണ് ഈ മരണം കൊണ്ട്. കാരണം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താനൂർ പുത്തൻതെരുവിൽ ചരക്ക് ലോറിയും ഇൻസുലേറ്റർ വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ച് ഒരാൾ മരണപ്പെട്ടു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് അപകടം നടന്നത്. താനൂർ തിരൂർ പാതയിൽ അപകടങ്ങൾ പതിവാകുന്നു. പുത്തൻതെരുവിലുണ്ടായ അപകടത്തിന് പുറകെ മൂലക്കയിൽ ലോറികൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിരൂർ കടലുണ്ടി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. നിർമ്മാണത്തിൽ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് യൂത്ത് ലീഗ്. അപകടങ്ങൾ ഇല്ലാതാക്കാൻ അധികൃതർ ഇടപെടുന്നില്ലെന്ന് ആരോപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ താനൂരിൽ റോഡ് ഉപരോധിച്ചു. വ്യാപാരികൾക്ക് വാക്സിൻ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി വ്യാപാരി വ്യവസായി സമിതി അതിജീവന സമരം സംഘടിപ്പിച്ചു. വ്യാപാരി സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സീനത്ത് ഇസ്മായിൽ തിരൂരിലും കാസിംവാടി പുറത്തൂരിലും സമരം ഉദ്ഘാടനം ചെയ്തു. വ്യാപാര സമൂഹത്തിന് ഐക്യദാർഢ്യവുമായി ആശ്രയം താനൂരിന്റെ വേറിട്ട പ്രതിഷേധം. പള്ളികളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ജുമാ നടത്തുന്നതിന് കേസെടുക്കില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി. തിരുവങ്ങാടി പോലീസ് സ്റ്റേഷൻ മാർച്ച് യൂത്ത് ലീഗ് മാറ്റിവെച്ചു.
20,000 കടന്ന വീണ്ടും കേരളത്തിലെ കോവിഡ് രോഗികൾ. 23,676 പേർക്ക് രോഗബാധ. TPR 11.87%. 15,626 പേർ രോഗമുക്തി നേടി. മലപ്പുറത്തും രോഗികൾ ഇരട്ടിയായി വർദ്ധിച്ചു. 4,276 പേർക്ക് രോഗം. 17.02% TPR. 2,277 പേർക്ക് രോഗമുക്തി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി.